തിരുമല തിരുപ്പതി ക്ഷേത്രത്തിൽ അഹിന്ദുക്കളായ ജീവനക്കാരെ ഒഴിവാക്കാൻ നീക്കം. സ്വയം വിരമിക്കലോ സർക്കാരിന്റെ മറ്റു വകുപ്പുകളിലേക്ക് മാറ്റമോ ഇതര മതസ്ഥരായ ജീവനക്കാർ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട പുതിയ ക്ഷേത്രം ട്രസ്റ്റ് പ്രമേയം പാസാക്കി. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ക്ഷേത്രമാണ് തിരുമല തിരുപ്പതി ക്ഷേത്രം. എന്നാൽ ഒന്നൊഴിയാതെ പുതിയ വിവാദങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ് ക്ഷേത്രം ഇപ്പോൾ. ക്ഷേത്രത്തിലെ പ്രസാദമായി ലഡ്ഡു നിർമ്മിക്കാൻ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന ആരോപണത്തിന് പിന്നാലെയാണ് പുതിയ വിവാദം ഉയർന്നിരിക്കുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന അഹിന്ദുക്കളെ ജോലിയിൽ നിന്നും ഒഴിവാക്കാനാണ് പുതിയതായി രൂപീകരിച്ച തിരുമല തിരുപ്പതി ദേവസ്ഥാനം ട്രസ്റ്റിന്റെ തീരുമാനം. അഹിന്ദുക്കളായ ജീവനക്കാർ സ്വയം വിരമിക്കൽ തെരഞ്ഞെടുക്കുകയോ സർക്കാരിന് കീഴിലെ മറ്റു വകുപ്പുകളിലേക്ക് സ്ഥലം മാറ്റം സ്വീകരിക്കുകയോ ചെയ്യണം എന്നാണ് ആന്ധ്ര സർക്കാർ നിയന്ത്രിക്കുന്ന ട്രസ്റ്റിന്റെ പുതിയ പ്രമേയം. തിരുപ്പതി ക്ഷേത്രത്തിൽ 7000 സ്ഥിര ജീവനക്കാരുണ്ടെന്നാണ് കണക്കുകൾ. ഇതിനു പുറമെ 14,000-ഓളം താത്കാലിക ജീവനക്കാരും ഇവിടെ ജോലി ചെയ്യുന്നു. ഇതിൽ എത്ര ജീവനക്കാരെ പുതിയ തീരുമാനം ബാധിക്കുമെന്ന കൃത്യമായ കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മതപരമായ സ്ഥാപനങ്ങളിൽ അതാത് മതത്തിൽപ്പെട്ടവരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 16-ലെ 5-ാം അനുച്ഛേദ പ്രകാരമാണ് പ്രമേയം പാസാക്കിയതെന്നാണ് ഭരണസമിതിയുടെ വാദം. ബോർഡിന്റെ തീരുമാനത്തിന് ട്രേഡ് യൂണിയനുകളുടെ പിന്തുണയുമുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.